വെൽക്കം ടു എജുടോക്സ്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് മെയിനായിട്ട് രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തേതാണ് പ്രൈമറി ഫങ്ഷനും രണ്ടാമത്തേത് സെക്കൻഡറി ഫങ്ഷനും. അതിൽ ആദ്യത്തെ പ്രൈമറി ഫങ്ഷൻസിൽ മൂന്നെണ്ണമാണ് വരുന്നത്. ആദ്യത്തേത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, രണ്ടാമത്തെ ലെൻഡിങ് മണി, മൂന്നാമത്തേത് ക്രെഡിറ്റ് ക്രിയേഷൻ. സെക്കൻഡറി ഫങ്ഷൻസിൽ വരുന്നതാണ് ഏജൻസി സർവീസസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. അതിൽ പ്രൈമറി ഫങ്ഷൻസിൽ വരുന്നത് ഫസ്റ്റതാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. എന്താണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്? ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബോറോയിങ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബോറോ ചെയ്യുക, അതായത് നമുക്കറിയാം പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യും, പൈസ സ്വീകരിക്കുക. കസ്റ്റമേഴ്സ് ക്യാൻ പുട്ട് മണി ഇൻ ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ത്രൂ സേവിങ്സ്, ഫിക്സഡ് ആൻഡ് കറണ്ട് ഡെപ്പോസിറ്റ്സ്. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ എന്ത് ചെയ്യാം, അവരുടെ മണി എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ? സേവിങ്സ് അക്കൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റ്സും അതുപോലെ തന്നെ കറണ്ട് ഡെപ്പോസിറ്റ്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. ദീസ് ഡെപ്പോസിറ്റ്സ് ആർ റിസീവ്ഡ് ഓൺ ഡിഫറെൻറ്റ് ഫോംസ്. ദേ ആർ, ഒന്നാമതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഓർ ടൈം ഡെപ്പോസിറ്റ്. The type of investment where the individual deposits a lump sum amount for a fixed time period at a predetermined interest rate. ഇതിലെന്താ, ആൾക്കാരെന്ത് ചെയ്യും, ഒരു ലംസം എമൗണ്ട്, ഒരു വലിയ തുകയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രീ ഡിറ്റർമൈൻഡ്, ഒരു നിശ്ചിത കാലയളവിൽ, ഒരു 3 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒക്കെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് പീരീഡും ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് ഇൻട്രസ്റ്റ് റേറ്റും എന്ത് ചെയ്യും, കൂടുതലായിരിക്കും.